ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 4 ഇംഗ്ലീഷ് യൂണിറ്റ് 2യുടെ കണ്ടിന്യൂവേഷൻ ആണ്. ആൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇതൊരു പോമാണ്. ഹിയർ ഇസ് എ പോം അബൌട്ട് ആൻസ്. റീഡ് ആൻഡ് എൻജോയ്. ഇപ്പോൾ ആൻഡ് എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് വരും മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഒരു റൈമൊക്കെ കുട്ടികളെ കൊണ്ട് പാടിക്കാം. ഒരു ഇൻട്രോ ആക്ടിവിറ്റി ആയിട്ട് ഒരു റൈം പാടിക്കാം. ആൻസ് ആർ മാർച്ചിങ് ഇൻ ദ ലൈൻ ഹുറ ഹുറ. അതൊരു റൈമുണ്ട്. ആ റൈം നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. അതല്ലെങ്കിൽ ഒരു മലയാളത്തിൽ ഒത്തിരി റൈംസുകളുണ്ടല്ലോ ഉറുമ്പുകളെ കുറിച്ചുള്ളത്. അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ നമുക്ക് ഒരു ഇൻട്രോ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യിക്കാം. ഇനി ആൻസ് പോയത്തിലേക്ക് കിടക്കാം. സച്ച് എ ലിറ്റിൽ തിങ് വി കോൾ ദി ആൻഡ്. ഇപ്പം എത്രക്ക് ചെറിയൊരു സാധനം, അതിന് നമ്മൾ എന്ത് വിളിക്കും? ആൻഡ് എന്ന് വിളിക്കും അല്ലേ. ഇറ്റ് സീംസ് ഹി ഹാസ് നോ വേർഡ് ഫോർ കാണ്ട്. അവന് കാണ്ട് എന്നുള്ളൊരു വേർഡ് ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അവന് കാണ്ട്, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു വാക്ക് അവൻ്റെ നിഘണ്ടുവിൽ ഇല്ലെന്നുള്ള രീതിയിലാണ് നമുക്ക് അവൻ്റെ ചെയ്തികളൊക്കെ, അവൻ്റെ പ്രവൃത്തികളൊക്കെ കാണാൻ സാധിക്കുന്നത്. ദേ വിൽ ക്ലൈംബ് അപ്പ് ഓവർ എറൗണ്ട് ആൻഡ് ത്രൂ. അവരെന്ത് ചെയ്യും? എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിൻ്റെ മേലെ കൂടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടിയോ അതിനെ ചുറ്റിയോ അവർ സഞ്ചരിച്ച് ആ തടസ്സം മറികടന്ന് പോകും. ഇറ്റ് സീംസ് ദർ ഇസ് നത്തിങ് ആൻഡ്സ് കാൺട്ട് ഡു. അപ്പോൾ അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? അവർക്ക് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. ദേ നെവർ ക്വിറ്റ്, ദേ നെവർ സ്റ്റേ. അവരൊരിക്കലും പിന്തിരിയില്ല, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോരില്ല. അവർ അത് ചെയ്യും, ക്വിറ്റ് ചെയ്യില്ല, അതായത് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോവില്ല. ദേ നെവർ സ്റ്റേ. അവിടെ ഒരു തടസ്സം കണ്ടാൽ അവിടെ അവർ നിൽക്കില്ല, അവരതിനെ മറികടക്കും. ദേ ഓൾവേസ് ഫൈൻഡ് അനദർ വേ ടു ഗെറ്റ് ടു വേർ ദേ നീഡ് ടു ഗോ. അവർ ആ ഒരു തടസ്സം കണ്ടു കഴിഞ്ഞാലും വേറൊരു വഴി കണ്ടുപിടിക്കും. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, അവർ എത്തേണ്ട സ്ഥലത്ത് എത്താൻ വേണ്ടി അവരെന്ത് ചെയ്യും? വേറൊരു വഴി കണ്ടുപിടിക്കും, മറ്റൊരു വഴി അവർ കണ്ടുപിടിക്കും. ഐ വണ്ടർ ഹൗ ദേ സീം ടു നോ ദിസ് ബഗ് സോ സ്മോൾ, ദിസ് ടൈനി സ്പെക്ക്. അപ്പോൾ ഈ പോയിറ്റ് പറയാണ്, പോയിറ്റ് തന്നെ അത്ഭുതം തോന്നാറുണ്ട്, പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാകുക? ഈ ഒരു വഴി നമ്മൾ പൂട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്തെ വഴിയിൽ കൂടി ഇവരെങ്ങനെയാണ് സഞ്ചരിക്കുക? അവിടെ വേറൊരു വഴിയുണ്ടെന്ന് ഇവർക്ക് എങ്ങനെയാണ് മനസ്സിലാകുക? ദിസ് ബഗ് സോ സ്മോൾ. ബഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇൻസെക്റ്റ് എന്നാണ് അർത്ഥം. ബഗ്, ടൈനി സ്പെക്ക്, ചെറിയ വളരെ ചെറിയൊരു സാധനം എന്നുള്ള രീതിയിലാണ്. ഈ കണ്ണിലൊക്കെ കരട് പോലെ ഒരു കരട് എന്നൊക്കെയാണ് സ്പെക്കിനെ പറയുക. ദിസ് ടൈനി സ്പെക്ക് ക്യാൻ ടീച്ച് us all how to earn respect. ഈ ഒരു ചെറിയ സാധനം അല്ലെങ്കിൽ ഒരു ചെറിയ ഈ ഒരു ഇൻസെക്റ്റിന് നമ്മളെ എങ്ങനെയാണ് ബഹുമാനം നേടേണ്ടതെന്നുള്ളത് പഠിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ ഒരു സമ്മറി ആണ്. ദ ആൻസ് ആർ യൂസ്ഡ് ആസ് എ സിമ്പിൾ ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ. ഇപ്പോൾ ഉറുമ്പുകളെ നമുക്ക് കാണുന്നത് എന്തായിട്ടാണ്? കഠിനാധ്വാനത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും ഒരു സിമ്പിളായിട്ടാണ് കാണുന്നത്. ആൻസ് നെവർ ഗിവ് അപ്പ്. അവരൊരിക്കലും ഒരു കാര്യവും വിട്ടുകൊടുക്കില്ല, അവർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരില്ല. ദേ ഫൈൻഡ് അനദർ വേ ഇഫ് ദർ ഇസ് ഒബ്സ്റ്റക്കിൾ. ഒരു തടസ്സം ഉണ്ടെങ്കിൽ അവർ വേറൊരു വഴി കണ്ടുപിടിക്കും. അതിൻ്റെ ഉള്ളിലൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തു കൂടെയോ അതിനെ കവർ ചെയ്തോ ഒക്കെ പോയിട്ട് അവർ ഒരു വഴി കണ്ടുപിടിക്കും. ആൻഡ് ടീച്ചേഴ്സ് അസ് ദാറ്റ് സക്സസ് കംസ് ഫ്രം പെർസെവറൻസ്, ടീം വർക്ക് ആൻഡ് നെവർ ക്വിറ്റിംഗ്. നോ മാറ്റർ ഹൗ സ്മോൾ ഓർ ഡിഫിക്കൽട്ട് ദ ടാസ്ക് ഈസ്. എത്ര ചെറിയ കാര്യമാണെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും? അവർ ടീം വർക്ക്, അവരെല്ലാവരും ഒരുമിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത് അല്ലേ, ആൻസ്. അപ്പോൾ അവരുടെ ആ ടീം വർക്കും അവരുടെ ഇത് ഉപേക്ഷിക്കില്ല. എന്ത് ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിലും അവർ ആ ഒരു കാര്യം ചെയ്യുക തന്നെ ചെയ്യും. അവർ ഏതെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യും. ഇനി പെർസെവറൻസ്.
സ്ഥിരോത്സാഹം, അതായത് നമുക്കൊരു ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തടസ്സം വരുമ്പോഴത്തേക്കും നമ്മൾ ഇട്ടിട്ട് എനിക്ക് മതിയായി ഇനി ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞ് പോയല്ല, അതിന് നമ്മൾ ഓവർകം ചെയ്യാനുള്ള വഴികൾ നോക്കുക. ഉത്സാഹത്തോടെ വീണ്ടും വീണ്ടും അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഇതെല്ലാമാണ് നമുക്ക് ഉറുമ്പുകളിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് ലെറ്റ്സ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടാണ്. ദ പോയിറ്റ് സേസ് ദാറ്റ് ആൻഡ്സ് ഡോണ്ട് നോ ദ വേർഡ് കാണ്ട്. വൈ? പോയിറ്റ് പറയാണ് കാണ്ട് എന്നുള്ള ഒരു വാക്ക്, ആ വാക്ക് ഉറുമ്പുകൾക്ക് അറിയില്ല എന്നാണ് പോയിറ്റ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ദ പോയിറ്റ് സേസ് ദാറ്റ് ആൻഡ്സ് ഡോണ്ട് നോ ദ വേർഡ് കാണ്ട് ബിക്കോസ് ദേ ഓൾവേസ് ഫൈൻഡ് എ വേ അറൗണ്ട് ദ ഒബ്സ്റ്റക്കിൾ. ഇഫ് വൺ പാത്ത് ഈസ് ബ്ലോക്ക്ഡ് ദേ സെർച്ച് അനദർ, ദേ കീപ് ട്രൈയിങ് അൺടിൽ ദേ സക്സീഡ്. അപ്പോൾ പോയിറ്റ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒരു പാത അവർക്ക് തടസ്സങ്ങൾ നേരിട്ടാൽ, ഒരു വഴിയിൽ കൂടെ അവർക്ക് തടസ്സങ്ങൾ വന്നാൽ അവർ വേറൊരു വഴി അതിനെ മറികടന്ന് പോകാനുള്ള വഴികൾ അവർ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അൺടിൽ ദേ സക്സീഡ്, അവർ വിജയിക്കുന്നത് വരെ ആ ഒരു വഴിക്ക് വേണ്ടി അവർ തിരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വഴി കണ്ടുപിടിച്ച് അവർക്ക് ചെയ്യാനുള്ള കാര്യം പൂർത്തിയാക്കുകയും ചെയ്യും. ഈ രണ്ടാമത്തെ ചോദ്യം, ഇൻ വാട്ട് വേസ് ഡു ആൻഡ്സ് ഷോ ദെയർ സ്ട്രെങ്ത് ഈവൻ ദോ ദേ ആർ സ്മോൾ. അപ്പോൾ ഉറുമ്പുകൾ വളരെ ചെറുതാണ് അല്ലേ, എന്നാലും അവരുടെ ശക്തി അവരെങ്ങനെയാണ് കാണിക്കുന്നത്? ആൻഡ്സ് ആർ വെരി സ്മോൾ ബട്ട് വെരി സ്ട്രോങ്. ദേ ക്യാൻ ക്യാരി തിങ്സ് ഹെവിയർ ദാൻ ദെയർ ഓൺ ബോഡി. ദേ വർക്ക് ടുഗെദർ ഇൻ ടീംസ്, build big nest and never give up this shows their strength even though they are tiny. അപ്പോൾ ഉറുമ്പുകൾ വളരെ ചെറുതാണ്, പക്ഷെ അവർ വളരെ സ്ട്രോങ് ആണ്, അവർ നല്ല ശക്തരാണ്. ദേ ക്യാൻ ക്യാരി തിങ്സ് ഹെവിയർ ദാൻ ദെയർ ബോഡി. അവർക്ക് അവരെക്കാട്ടിലും ഭാരമുള്ള വസ്തുക്കൾ ചുമന്നുകൊണ്ട് പോകാൻ സാധിക്കും. ഇനി ഒറ്റയ്ക്ക് ചുമക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ കൂട്ടുകാരെയും കൂടി വിളിക്കും അല്ലേ, അവരുടെ ടീമായിട്ടാണ് വർക്ക് ചെയ്യണത്. ഒരുമിച്ച് വന്നിട്ടാണ് അരിമണികളൊക്കെ ചുമന്നുകൊണ്ട് പോകണം, നമ്മൾ കാണാറില്ലേ വലിച്ചിട്ട് പോകണത്. അപ്പോൾ വലിയ വലിയ അരിമണികളൊക്കെ ആണെങ്കിൽ അവർ ഒരുമിച്ച് 1-2 പേര് ഒരുമിച്ച് ചേർന്ന് വലിച്ചിട്ട് പോകും. അപ്പോൾ ടീം വർക്ക് ഉണ്ട്. അവർ ഒരുമിച്ച് വലിയ കൂടുകളാണ് ഉണ്ടാക്കുക അല്ലേ, ആൻഡ് ഹിൽസിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ വലിയ കൂടുണ്ടാക്കും, അവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇതെല്ലാമാണ് അവരുടെ സ്ട്രെങ്ത്ത്, അവരുടെ ശക്തി കാണിക്കുന്നത് ഇതെല്ലാമാണ്. ഈവൻ ദോ ദേ ആർ വെരി സ്മോൾ, അവർ ചെറുതാണെങ്കിലും അവരുടെ ശക്തിയാണ് ഈ കാണിക്കുന്നത്. വാട്ട് ലെസൺ ക്യാൻ യു ലേൺ ഫ്രം ദ ലൈഫ് ഓഫ് ആൻഡ്? അപ്പോൾ ഉറുമ്പുകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്? ഫ്രം ദ ലൈഫ് ഓഫ് ആൻഡ്സ് വി ലേൺ ടു വർക്ക് ഹാർഡ്, നെവർ ഗിവ് അപ്പ്. ഉറുമ്പുകളുടെ ഈ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ പാഠം എന്താണ്? കഠിനാധ്വാനം ചെയ്യുക. ഒരിക്കലും നമ്മുടെ കഠിനാധ്വാനം നിർത്തുകയോ എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോരുകയോ ചെയ്യരുത്. നമ്മളെപ്പോഴും കഠിനാധ്വാനം ചെയ്യുക, നമ്മുടെ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുക. ആൻഡ് ഓൾവേസ് ഹെൽപ്പ് ഈച്ച് അതർ. പരസ്പരം സഹായിക്കുക. ഉറുമ്പുകൾ പരസ്പരം സഹായിക്കും അല്ലേ, ഒരുമിച്ചാണ് അവർ ഓരോ ജോലികളും ചെയ്യുന്നത്. അപ്പോൾ പരസ്പരം സഹായിക്കുക. ദേ ടീച്ചേഴ്സ് ദ വാല്യൂ ഓഫ് ടീം വർക്ക്, ഡിസിപ്ലിൻ ആൻഡ് പേഷ്യൻസ്. അപ്പോൾ അവർ നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഉറുമ്പുകൾ ടീം വർക്ക് എങ്ങനെയായിരിക്കണം ടീം വർക്ക് ചെയ്യേണ്ടത്, ടീം വർക്കിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നുണ്ട്. ഡിസിപ്ലിൻ, എങ്ങനെയായിരിക്കണം ഡിസിപ്ലിൻഡായിട്ട് നമ്മൾ ജീവിക്കേണ്ടത്. പേഷ്യൻസ്, നമുക്ക് എങ്ങനെയാണ് നമ്മൾക്ക് സ്ഥിരോത്സാഹത്തോടെ ക്ഷമയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. ഇനി അടുത്തത്, ഇൻ ദ പോയം ആൻഡ്സ് ദ വേർഡ് and can't are rhyming words. Find out other rhyming words from the poem. അപ്പോൾ ഈ പോയത്തിൽ ആൻഡിൻ്റെ ഒരു റൈമിങ് വേർഡായിട്ട് വരുന്നത് കാണ്ടാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള റൈമിങ് വേർഡ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേ, വേ, ത്രൂ, ഡു, ഗോ, നോ, സ്പെക്ട്, റെസ്പെക്റ്റ്. ഇതെല്ലാമാണ് ഈ പോയത്തിലുള്ള റൈമിങ് വേർഡ്സ്. ഇനി അടുത്ത ആക്ടിവിറ്റി, റീഡ് ദ റിഡിൽ ഗിവൺ ബിലോ. ഐ ട്വിങ്കിൾ ഇൻ ദ നൈറ്റ് സ്കൈ ബ്രൈറ്റ് ആൻഡ് ഫാർ, ദ high in the sky and make patterns at night, who am I? ഇപ്പോൾ ഞാൻ രാത്രി തിളങ്ങും, ബ്രൈറ്റ് ആൻഡ് ഫാർ, ദൂരെയാണ് പക്ഷെ നല്ല തിളക്കത്തിൽ, നല്ല ബ്രൈറ്റായിട്ട്. ഹൈ ഇൻ ദ സ്കൈ, ഉയരത്തിൽ, ആകാശത്ത്. ആൻഡ് മേക്ക് പാറ്റേൺസ് അറ്റ് നൈറ്റ്, രാത്രി ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? പാറ്റേൺസ് ഉണ്ടാക്കും. ഞാൻ ആരാണ്? സ്റ്റാർസ് ആണ് അല്ലേ. അത് സ്റ്റാർസിനെ പറ്റിയുള്ള ഒരു റിഡിലാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആൻഡ്, ബട്ടർഫ്ലൈ, ഹണി ബി. ഈ 3 കുറിച്ച് ഓരോ റിഡിൽ ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഐ എം ടൈനി, ഐ മാർച്ച് ഇൻ ലൈൻ, ഐ ക്യാരി ബിഗ് ക്രംസ്, സംടൈംസ് ബിഗ്ഗർ ദാൻ മീ, ഹൂ ആം ഐ. അപ്പോൾ
ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റിഡിലാണിത്. ഞാൻ ചെറുതാണ്, ഞാൻ ലൈനായിട്ടേ പോവുള്ളൂ. ഞാൻ വലിയ വലിയ ക്രംസ് കൊണ്ടുവരും, വറ്റുകൾ കൊണ്ടുവരും. സംടൈംസ് ബിഗ്ഗർ, എന്നെക്കാട്ടിലും വലിയ വറ്റുകൾ ചിലപ്പോൾ കൊണ്ടുവരും ഭക്ഷണ സാധനങ്ങളായിട്ട്. ഹൂ ആം ഐ, ഞാൻ ആരാണ്? ആൻഡ് ആണത്. ഐ ആം കളർഫുൾ ആൻഡ് ബ്രൈറ്റ്, ഐ ഹാവ് വിങ്സ് ബട്ട് ഐ ആം നോട്ട് എ ബേർഡ്. ഫ്രം ഫ്ലവർ ടു ഫ്ലവർ ഐ ലൈക്ക് ടു ഫ്ലൈ. അപ്പോൾ ഇത് ബട്ടർഫ്ലൈനെ കുറിച്ചാണ്. എനിക്ക് നല്ല കളറുണ്ട്, വ്യത്യസ്തമായ കളറുണ്ട്, ഞാൻ ബ്രൈറ്റാണ്, എനിക്ക് ചിറകുകളുണ്ട്, പക്ഷെ ഞാൻ പക്ഷിയല്ല, ഞാൻ പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതാരാണ്? ബട്ടർഫ്ലൈ ആണ്. ഐ ആം ബ്ലാക്ക് ആൻഡ് യെല്ലോ, ഐ ഗിവ് യു ഹണി, ഐ മേക്ക് ബുസ് ബുസ് സൗണ്ട്, ഐ ലിവ് ഇൻ എ ഹൈവ്, ഹൂ ആം ഐ. അപ്പോൾ എനിക്ക് കറുപ്പും മഞ്ഞയും നിറമാണ്, ഞാൻ നിങ്ങൾക്ക് തേൻ തരും, ഞാനൊരു ബുസ് ബുസ് സൗണ്ട് ഉണ്ടാക്കും, ഞാൻ ഹൈവിലാണ് താമസിക്കുന്നത്. ഞാൻ ആരാണ്? ഞാനാണ് തേനീച്ച. ലുക്ക് അറൗണ്ട് യുവർ ഹൗസ് ആൻഡ് ഫൈൻഡ് വെയർ ആൻസ് ലിവ്. ഒബ്സർവ് ദം. ഡ്രോ എ പിക്ചർ ഓഫ് ആൻസ് വർക്കിംഗ് ടുഗെദർ. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസ് അബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് ഹൗ ദേ ഹെൽപ്പ് ഈച്ച് അതർ. അപ്പോൾ ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വീട്ടിലും പരിസരത്തുള്ള ഉറുമ്പുകളെ ഒന്ന് ശ്രദ്ധിക്കാൻ, അവരുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് ആ ഒരു പിക്ചർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികൾ തനിയെ ചെയ്യുമല്ലോ. താഴെയുള്ള ആ ബോക്സിലാണ് പിക്ചർ വരയ്ക്കേണ്ടത്. ഇനി കുറച്ച് സെൻറ്റൻസ് അതിനെപ്പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആ സെൻറ്റൻസ് ഞാൻ എഴുതിയത് വായിക്കാം. ആൻസ് ആർ വെരി സ്മോൾ ബട്ട് ദേ ആർ ഹാർഡ് വർക്കേഴ്സ്. ഉറുമ്പുകൾ വളരെ ചെറുതാണ്, പക്ഷെ അവർ കഠിനാധ്വാനികളാണ്. ദേ ആർ ഓൾവേസ് ബിസി ഡൂയിങ് സംതിങ്. എപ്പോഴും അവരെന്തെങ്കിലും ജോലി ചെയ്ത് ബിസി ആയിട്ടായിരിക്കും ഇരിക്കുക. ആൻഡ്സ് ലിവ് ഇൻ ഗ്രൂപ്പ്സ് കോൾഡ് കോളനി. അപ്പോൾ ഉറുമ്പുകൾ താമസിക്കുന്നത് കോളനികളായിട്ടാണ്. ഇൻ ദ കോളനി എവ്രി ആൻഡ് ഹാസ് എ ജോബ്. ഓരോ ഉറുമ്പിനും എന്തെങ്കിലും ജോലി ഉണ്ടാകും ഈ കോളനിയിൽ. സം ആൻഡ്സ് ബ്രിങ് ഫുഡ്. കുറച്ച് ഉറുമ്പുകൾ എന്ത് കൊണ്ടുവരും? ഫുഡ് കൊണ്ടുവരും, ഭക്ഷണം ശേഖരിക്കും. സം ആൻഡ്സ് ടേക്ക് കെയർ ഓഫ് ബേബീസ്. കുറച്ച് ആൻഡുകൾ ഉറുമ്പുകളുടെ ജോലി കുട്ടി ഉറുമ്പുകളെ നോക്കുക. ആൻഡ് സം ഗാർഡ്സ് ദ നെസ്റ്റ്. കുറച്ച് ഉറുമ്പുകൾ പടയാളികളുണ്ടാകും, അവരെന്ത് ചെയ്യും? ഉറുമ്പിൻ്റെ കൂട് കാവൽ നിൽക്കും അല്ലേ. ദേ ഓൾ ഹെൽപ്പ് ഈച്ച് അതർ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കും. ബൈ വർക്കിംഗ് ആസ് എ ടീം ദ ആൻഡ്സ് ഷോസ് അസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഷെയറിങ്, ഹെൽപ്പിംഗ് ആൻഡ് കോപ്പറേഷൻ. അപ്പോൾ ഈ ഒരു ടീം വർക്ക് ഒക്കെയാണ് നമുക്ക് ഉറുമ്പുകൾ കാണിച്ചു തരുന്നത് അല്ലേ. ഒരുമിച്ചുള്ള പരസ്പരം സഹായിക്കുന്നതും ഒരുമിച്ച് ജോലി ചെയ്യുന്നതും ഒക്കെയാണ് ഷെയറിങ്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, കോപ്പറേഷൻ, ഇതെല്ലാമാണ് ഉറുമ്പുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ആണ് ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്ന ചാപ്റ്റർ. നിങ്ങൾ എപ്പോഴെങ്കിലും പട്ടം പറപ്പിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ട്രൈ ടു ഫ്ലൈ എ കൈറ്റ്? വാട്ട് റിയലി മേക്സ് എ കൈറ്റ് ഫ്ലൈ? എന്താണ് പട്ടത്തിനെ പറപ്പിക്കുന്നത്? എന്താണ്? നിങ്ങളാണോ, അല്ലെങ്കിൽ കാറ്റാണോ, അല്ലെങ്കിൽ അതിൻ്റെ വാല് ആണോ? പട്ടത്തിന് വാലുകളുണ്ടാവും അല്ലേ, വാലാണോ, അല്ലെങ്കിൽ ആ പട്ടത്തിന് നമ്മൾ കയ്യിൽ പിടിച്ച് നമ്മൾ ഒരു കൺട്രോൾ ചെയ്യുന്ന ആ സ്ട്രിങ് ആണോ? ആ ഒരു ചരടുണ്ടാവും പട്ടത്തിൻ്റെ അല്ലേ, ആ ചരടാണോ? അല്ലെങ്കിൽ ഈ പട്ടം പറപ്പിക്കുന്ന ആ മനുഷ്യനാണോ, അല്ലെങ്കിൽ ആ ബോയ് ആണോ? ആരാണ് പട്ടത്തിനെ പറക്കാൻ സഹായിക്കുന്നത്? അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഈ ഒരു സ്റ്റോറിയിൽ കൂടെ. ഹൂ ഫ്ലൈസ് ദ കൈറ്റ്? ഈസ് ഇറ്റ് ദ വിൻഡ് ഓർ ദ വിങ്സ് or the string or the person who flies it? Read the story and find out who flies the kite. ഇപ്പോൾ സ്റ്റോറിയുടെ പേരെന്താണ്? ഹൂ ഫ്ലൈസ് ദ കൈറ്റ്. ആരാണ് പട്ടം പറപ്പിക്കുന്നത്? ഓൺ എ പ്ലസൻറ്റ് ഡേ ദ മേയർ ഓഫ് ദ ടൗൺ സ്ട്രോൾഡ് ത്രൂ ദ പാർക്ക്. അപ്പോൾ ഒരു പ്രശാന്തമായ ഒരു മോർണിംഗ്, ഒരു സുന്ദരമായൊരു ദിവസം, അന്ന് മേയർ, ആ ഒരു പട്ടണത്തിലെ മേയർ പാർക്കിൽ കൂടെ നടക്കുകയായിരുന്നു. റിലാക്സ് ആയിട്ട് പയ്യെ ഇങ്ങനെ നടക്കുന്നതിനാണ് സ്ട്രോൾഡ് എന്ന് പറയുന്നത്. ഹിസ് ഐസ് വൈഡൻഡ് ആസ് ഹി സോ എ ബോയ് ഫ്ലൈയിങ് എ ബിഗ് കളർഫുൾ കൈറ്റ്. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ നടക്കുമ്പോൾ ഒരു ആൺകുട്ടി അവിടെ നിന്ന് ഒരു പട്ടം പറപ്പിക്കുന്നത് കാണും. ഈ പട്ടം ഭംഗിയുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള പട്ടം പറപ്പിക്കുന്നത് കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഇങ്ങനെ വികസിക്കും. ദ കൈറ്റ് സോഡ് ഹൈ ഡാൻസിങ് ഇൻ ദ ബ്രീസ്. അപ്പോൾ പട്ടം മുകളിലേക്ക് ഉയർന്ന് പറക്കുകയാണ്. ഇളം കാറ്റിലിങ്ങനെ ആടി പറക്കുന്ന ഒരു പട്ടമാണിത്. വൗ, ഹൂ മെയ്ഡ് ദ കൈറ്റ് ഫ്ലൈ സോ ഹൈ? ദ മേയർ വാസ് ക്യൂരിയസ്. ആരാണ് ഈ പട്ടത്തിന് ഇത്രയും ഉയർത്തിക്കൊണ്ടേ പറപ്പിച്ചത്? ആരാണ് ഇത്ര ഉയരത്തിലേക്ക് ഈ പട്ടത്തിനെ പറത്തിയത് എന്ന് ചോദിക്കും മേയർ. ഭയങ്കര ക്യൂരിയസ് ആയിട്ട്, ആകാംക്ഷയോടെ ചോദിക്കും. ദ ബോയ് റിപ്ലൈഡ് വിത്ത് പ്രൈഡ്. അപ്പോൾ ആൺകുട്ടി
അഭിമാനത്തോടെ പറയാണ്, ഐ ഡിഡ് മിസ്റ്റർ മേയർ, ഞാനാണത് ചെയ്തത് മിസ്റ്റർ മേയർ. ഐ മെയ്ഡ് ദ കൈറ്റ് മൈ സെൽഫ്. ഐ പെയിൻറ്റഡ് ഇറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. ഞാൻ സ്വന്തമായിട്ട് പട്ടം ഉണ്ടാക്കി, ഞാനത് കളറടിച്ചു, പെയിൻറ്റ് ചെയ്തു, ഞാൻ എന്നിട്ട് പറപ്പിച്ചു. ദെൻ ദ വിൻഡ് വിസ്പേർഡ് സോഫ്റ്റ്ലി, നോ ഇറ്റ്സ് മീ. I lift the kite high into the sky. Without me, it would fall to the ground. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും ആരാണ് വിസ്പർ ചെയ്തത്? വിസ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പയ്യെ പറയുക, ടു സ്പീക്ക് സോഫ്റ്റ്ലി, സീക്രട്ടായിട്ട് പയ്യെ പറയാണ്. ആരാണ് പറഞ്ഞത്? വിൻഡ് പറയാണ്. കാറ്റ് പറയും, ഇല്ലില്ല, ഇത് ഞാനാണ് പറപ്പിച്ചത്. ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ ടു ദ സ്കൈ. ഞാനാണ് പട്ടത്തിന് ഇത്ര ഉയരത്തിൽ ഈ ആകാശത്തേക്ക് പൊക്കിക്കൊണ്ട് വന്നത്. ഞാനില്ലെന്നായിരുന്നെങ്കിൽ ഇത് താഴെ മണ്ണിലേക്ക് വീണിട്ടുണ്ടാകും, ആ പറമ്പിലേക്ക് വീണിട്ടുണ്ടാകും. ഞാൻ കാരണമാണ് ഈ പട്ട് ഇത്രയും പൊങ്ങി പറക്കണതെന്ന് പറയും. ആര്? വിൻഡ് പറയും കേട്ടോ. ദ കൈറ്റ്സ് ടെയിൽ ഫ്ലട്ടേർഡ് ആൻഡ് സെഡ്. അപ്പോൾ കൈറ്റിൻ്റെ, ഈ പട്ടത്തിൻ്റെ വാലുണ്ട്, വാലൊന്ന് ഇളകും. ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഇളകി പറക്കുക. അങ്ങനെ പറന്നിട്ട് പറയാണ്, വെയിറ്റ്, ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി. വിതൗട്ട് മീ ഇറ്റ് വുഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക്. നിൽക്ക്, അങ്ങനെ പറയാതെ നിൽക്ക്. ഞാനാണ് ഈ പട്ടത്തിനെ സ്റ്റഡിയാക്കി നിർത്തുന്നത്, നേരെ നിർത്തുന്നത്. ഞാനില്ലെന്നാണെങ്കിൽ ഇത് മുന്നിയും കുത്ത് താഴെ വീണ് പൊട്ടിപ്പോയിട്ടുണ്ടാവും എന്ന് പറയും. ദ സ്ട്രിങ് ലുക്ക്ഡ് അറ്റ് എവ്രിവൺ ആൻഡ് സെഡ്, വിതൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ? ഐ മേക്ക് ഇറ്റ് സോർ ഹൈ. ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ് ത്രൂ ദ സ്കൈ. അപ്പോൾ സ്ട്രിങ് പറയാണ് എല്ലാവരും നോക്കിയിട്ട്, എന്നെ കൂടാതെയോ, ഞാനില്ലാതെ എങ്ങനെയാണ് ഈ പട്ടം പറക്കുക? ഞാനാണ് ഈ പട്ടത്തിന് ഇത്രയും ഉയരത്തിലേക്ക് പൊക്കിക്കൊണ്ട് വരുന്നത്. ഞാനാണ് ഇതിനെ പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത്. ആകാശത്തിലേക്ക് എങ്ങനെ പോകണം, ഏത് വഴി പോകണം എന്നുള്ളത് കാണിച്ചു കൊടുക്കണം ഞാനാണ്. അപ്പം ഞാനില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ പട്ടം പറത്തിക്കൊണ്ട് ഇത്രയും പൊക്കത്തിൽ വരിക? ദ മേയർ ലിസൺ കെയർഫുള്ളി ടു എവ്രി വൺ. അപ്പോൾ മേയർ എല്ലാവരും പറയണത് കേട്ടു. ഹി ആസ്ക്ഡ് തോട്ട്ഫുള്ളി, സോ ഹൂ റിയലി ഫ്ലൈസ് എ കൈറ്റ്? അപ്പോൾ ഇദ്ദേഹം ആലോചനയോടെ ചോദിക്കുകയാണ്, അപ്പോൾ ശരിക്കും ആരാണ് പട്ടം പറപ്പിക്കുന്നത്? ദേ ഓൾ പോസ്ഡ് ടു തിങ്ക്. അവരെല്ലാവരും ഒരു നിമിഷം ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം എടുത്തു. ദെൻ ദ ബോയ് സെഡ് ജെൻ്റ്ലി. അത് കഴിഞ്ഞിട്ട് ഈ ആൺകുട്ടി പറയാണ്, വി ഓൾ ഡു ഇറ്റ്. ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് ഓഫ് അവർ എഫേർട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ പട്ടത്തിനെ പറപ്പിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പട്ടം ഇത്ര ഉയർന്നു പറക്കുന്നത്. ശരിയാണല്ലേ? നമ്മൾ പട്ടം പറപ്പിക്കുന്ന കുട്ടി പട്ടം ഉണ്ടാക്കി, ആ പട്ടത്തിനെ പൊക്കത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ, അതിൻ്റെ ദിശയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കാറ്റിൻ്റെ സഹായം ആവശ്യമാണ്. അതുപോലെ വാലാണ് അതിനെ നിയന്ത്രിക്കുന്നത്. വാലും അതുപോലെ നമ്മുടെ ആ സ്ട്രിങ്ങാണ് പട്ടത്തിനെ പൊട്ടിപ്പോവാതെയും ഉയർന്നു പറക്കാതെയും മറ്റുള്ള പട്ടവുമായിട്ട് കൂട്ടിമുട്ടാതെയൊക്കെ നമ്മൾ വലിച്ച് അതിനെ കൺട്രോൾ ചെയ്യുന്നത് സ്ട്രിങ്ങാണ്. ഈ ബോയ് ആണ് ഈ സ്ട്രിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടി കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പട്ട ഇത്ര ഉയർന്ന് പറക്കുന്നത് അല്ലേ? ദ വിൻഡ് എഗ്രീഡ് ആൻഡ് ദ ടെയിൽ നോഡഡ് ടു. അപ്പോൾ കാറ്റ് ഇത് സമ്മതിക്കും, പട്ടത്തിൻ്റെ വാലും ഇത് സമ്മതിക്കും. ദ സ്ട്രിങ് ഓൾസോ സ്മൈൽഡ് ആൻഡ് എഗ്രീഡ്. പട്ടത്തിൻ്റെ ആ സ്ട്രിങ്ങും ചരടും പറയാണ്, ശരിയാണ്, എല്ലാവരുടെയും കൂടെ ഒരുമിച്ചുള്ള പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്ര ഉയർന്ന് പറക്കുന്നത്. ദ കൈറ്റ് സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ ദ എയർ. അപ്പോൾ കൈറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി? കാറ്റിൻ്റെ ദിശയിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി, വായുവിൽ നൃത്തം വെക്കാൻ തുടങ്ങി. ദ മേയർ സ്മൈൽഡ് വാംലി, യു ആർ റൈറ്റ്, ടുഗെദർ യു മേക്ക് ദ കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി. അപ്പോൾ മേയർ ചിരിച്ചിട്ട് പറയും, ശരിയാണ്, നിങ്ങളെല്ലാവരും പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ പട്ടത്തിനെ ഇത്ര ഉയരത്തിൽ ഇത്ര ഭംഗിയായിട്ട് പറക്കാനായിട്ട് സഹായിക്കുന്നത്. ദിസ് കൈറ്റ് ഈസ് എ സിംബൽ ഓഫ് യൂണിറ്റി. ഈ പട്ടം ഒരുമയുടെ ഒരു ചിഹ്നമാണ്. ഇഫ് വി വർക്ക് ടുഗെദർ വി ക്യാൻ അച്ചീവ് എനിത്തിങ്. അപ്പം നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് ജോലി എടുക്കുകയാണെങ്കിൽ, ഒരുമിച്ച് ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. എവ്രി വൺ സ്മൈൽഡ്, ടുഗെദർ വി ഫ്ലൈ ദ കൈറ്റ്, ദേ ഷൗട്ടഡ് ചിയർഫുള്ളി. അപ്പോൾ അവരെല്ലാവരും ചിരിച്ചിട്ട് പറയും, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഈ പട്ടത്തിനെ പറത്തുന്നത്. ദ കൈറ്റ് കണ്ടിന്യൂ ടു സോർ ഹൈ ഇൻ ദ സ്കൈ. ഇപ്പോൾ പട്ടം
ആകാശത്തിൽ ഇങ്ങനെ ഉയർന്ന് പറക്കാനായിട്ട് വീണ്ടും ആരംഭിച്ചു. മൈക്കൽ റോജറാണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. നല്ല സ്റ്റോറിയാണ്, അല്ലെ, കുട്ടികൾക്ക് പറ്റിയ ഒരു സ്റ്റോറിയാണ്. ഇതിന് മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. cheerful, happy, crash, to fall suddenly and hit a surface, flutter, to move the wings quickly and lightly, pause, to stop, pride, a feel of satisfaction from one's achievement, soar, to rise or fly, steady, balanced, stroll, to walk in a slow, relaxed way, whisper, to speak softly. അതെല്ലാം മീനിങ്സ്. ഹിയർ ആർ ദ ഇവൻറ്റ്സ് ഓഫ് സ്റ്റോറി. ഹൂ ഫ്ലൈസ് എ കൈറ്റ്. ദേ ആർ ഇൻ എ ജംബിൾഡ് മാനർ. അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ കഥയിലുണ്ടായിരുന്ന ഓരോ സംഭവങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് ഓർഡർ ആക്കണം. ദ ബോയ് സെഡ് ഐ മെയ്ഡ് ദിസ് കൈറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. They all smiled and agreed. The kite flies because we work together as a team. The kite's tail said, I keep the kite steady in the air. The wind softly whispered, I lift the kite high. The mayor saw a boy flying a bright and colorful kite in the park. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓർഡർ ചെയ്യാം. 1 2 3 4 5 എന്ന് ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. ആ ഓർഡർ നമ്മൾ താഴെ എഴുതുക. താഴെ നമുക്ക് സ്പേസ് തന്നിട്ടുണ്ട്. ആ സ്പേസിൽ നമ്മൾ ആ സെൻറ്റൻസുകൾ ഓർഡറിൽ എഴുതുക. ഇനി ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. സം ഓഫ് ദ ഇവൻറ്റ്സ് ആർ ഗിവൺ. റൈറ്റ് ദ ഇവൻറ്റ്സ് ഇൻ ദ ഗിവൺ സ്പേസ് ആൻഡ് ആഡ് പിക്ചർ വെയർ എവർ നെസസറി. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. അപ്പോൾ നമുക്കൊരു ടൈറ്റിലാണ് ആദ്യം കൊടുക്കാനുള്ളത്. ആദ്യം നമുക്കൊരു സ്റ്റോറി ഒന്ന് നോക്കാം എന്താണെന്ന്. ടുഗെദർ ഫോർ ദ ട്രീ എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ള പേര്. മരത്തിന് വേണ്ടി ഒരുമയോടെ അല്ലെങ്കിൽ ഒരുമിച്ച് എന്നുള്ളൊരു ടൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. റെനി വാസ് ഫോണ്ട് ഓഫ് പ്ലാന്റ്സ്. വൺ ഡേ ഹി ഗോട്ട് എ സാപ്ലിംഗ്. ഹി ഡിസൈഡഡ് ടു പ്ലാന്റ് സാപ്ലിംഗ് ഇൻ ഹിസ് ഓർച്ചർ. അപ്പോൾ റെനിക്ക് മരങ്ങളോടും ചെടികളോടും വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം റെനിക്കൊരു തൈ കിട്ടി. ഒരു മരത്തിൻ്റെ തൈ ആയിരിക്കണം. ഒരു തൈ കിട്ടി. അവനത് അവൻ്റെ തോട്ടത്തിൽ കൊണ്ടുപോയി നടാം എന്ന് തീരുമാനിച്ചു. ഹി ടുക്ക് ദ സാപ്ലിംഗ് ടു ഹിസ് ഓർച്ചാർഡ്. ഹി ഫൗണ്ട് എ പ്ലേസ് ടു പ്ലാന്റ് ഇറ്റ്. അപ്പോൾ ഇവൻ അവൻ്റെ തോട്ടത്തിൽ കൊണ്ടുപോയി അവിടെ ഒരു സ്ഥലത്ത് ഇവൻ അതിന് നട്ടുവെക്കാനുള്ള സ്ഥലം കണ്ടെത്തി. റെനീസ് ഫ്രണ്ട്സ് ദ റാബിറ്റ്, ദ ഫോക്സ് ആൻഡ് ദ മങ്കി കെയിം ടു സീ വാട്ട് റെനി ഈസ് ഡൂയിങ്. അപ്പം റെനിയുടെ കൂട്ടുകാരായ റാബിറ്റും ഫോക്സും മങ്കിയും ഒക്കെ അവൻ എന്താ ചെയ്യണേന്ന് കാണാൻ വന്നു. ദേ ഹെൽപ്പ് റെനി ടു ഡിഗ് എ പിറ്റ് ആൻഡ് കെയർഫുള്ളി പ്ലേസ് ദ സാപ്ലിംഗ് ആൻഡ് പോർ വാട്ടർ. അപ്പോൾ റെനിയുടെ ഈ ഫ്രണ്ട്സ് അവനെ വെള്ളം ഒഴിക്കാനും മണ്ണ് കുഴിക്കാനും ചെടി നടാനൊക്കെ ഹെൽപ്പ് ചെയ്തു. Every day Reni and his friends looked after the saplings. He gave water and lots of love. Slowly the sapling grew taller. അപ്പോൾ എല്ലാ ദിവസവും റെനിയും കൂട്ടുകാരും വന്ന് ഈ സാപ്ലിങ്ങിനെ നോക്കും. ഈ ചെടി വളരണ്ടോ എന്നൊക്കെ നോക്കും. വെള്ളവും വളമൊക്കെ ഇട്ട് കൊടുക്കും. അവർ നല്ല സ്നേഹത്തിലാണ്. ചെടിയോടും അവർക്ക് നല്ല സ്നേഹമാണ്. സ്ലോലി ദ സാപ്ലിംഗ് ഗ്രൂ ടോളർ. പയ്യെ ആ സാപ്ലിങ് ദിവസം ചെല്ലുന്തോറും വലുതാവാൻ തുടങ്ങി. One day a mongoose came there. It began to make a burrow under the tree. അപ്പോൾ ഒരു ദിവസം ഒരു മംഗൂസ് കീരി വന്നു. അവൻ എന്ത് ചെയ്തു? അവിടെ ഒരു കുഴി ഉണ്ടാക്കാൻ തുടങ്ങി. ഈ മരത്തിൻ്റെ വേരിൻ്റെ ഭാഗത്ത് മണ്ണിലൊരു കുഴി ഉണ്ടാക്കാൻ തുടങ്ങി. ദ മങ്കി സോ ഇറ്റ്. ഹി ഇൻഫോംഡ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ മങ്കി ഇത് കാണും. അവൻ മറ്റുള്ള കൂട്ടുകാരുടെ അടുത്ത് ഇത് പറയും. ദേ വെർ വറീഡ്. ഇഫ് ദ മംഗൂസ് ഡിഗ് ടു മച്ച് ദ ട്രീ മേ ഫോൾ ഡൗൺ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പേടിയാകാൻ തുടങ്ങി. കാരണം കൂടുതൽ ഡിഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ മരം ചിലപ്പോൾ താഴെ വീഴും. ദേ സ്റ്റാർട്ടഡ് ടു ഡിസ്ട്രാക്ട് ദ മംഗൂസ്. അവരെന്ത് ചെയ്തു? മംഗൂസിനെ ഒന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങി. അറ്റ് ലാസ്റ്റ് ദ മംഗൂസ് ഗോട്ട് അനോയ്ഡ് ആൻഡ് റാൻ അവേ. അവസാനം ക്ഷമ നശിച്ച് മംഗൂസ് എന്ത് ചെയ്തു? ഓടിപ്പോയി. റെനി കെയിം ലേറ്റർ ആൻഡ് സ്മൈൽഡ് ഹിയറിങ് ദ സ്റ്റോറി. അത് കഴിഞ്ഞാണ് റെനി വന്നത്. റെനി വന്നപ്പോൾ ഈ കഥ കേട്ടിട്ട് എന്ത് ചിരിച്ചു. എല്ലാവരുടെ അടുത്തും ചിരിച്ചിട്ട് ഈ കഥകളൊക്കെ കേട്ടു. ഓൾ ദ ആനിമൽസ് ടുഗെദർ ഡ്രോവ് ദ മംഗൂസ് എവേ. അപ്പോൾ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ഈ മംഗൂസിനെ പുറത്താക്കി, ഓടിച്ചു വിട്ടു. അടുത്ത ആക്ടിവിറ്റി ഒരു കൈറ്റ് ഉണ്ടാക്കുന്നതാണ്. കൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ
മെസ്സേജസ്, യൂണിറ്റിയുടെയും ടീം വർക്കിൻ്റെയും മെസ്സേജസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്രാഫ്റ്റ് കോർണറാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി. അതിനകത്ത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ആൻറ്റിന ഉണ്ടാക്കാനാണ്. പേപ്പറോ സ്റ്റോണോ ബീഡ്സോ ഒക്കെ വെച്ചിട്ട് ആൻറ്റിന ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആൻറ്റിൻ്റെ കളർ എന്താണ് കൊടുത്തിരിക്കുന്നത്, ആ കളർ അവിടെ എഴുതുക. നിങ്ങളുടെ ആൻറ്റിൻ്റെ പേര്, നിങ്ങൾ ആൻറ്റിന് ഒരു പേരിടാൻ പറഞ്ഞിട്ടുണ്ട്, ആ പേര് അവിടെ എഴുതുക. ഐ വുഡ് ലൈക്ക് ടു പ്ലേസ് മൈ ആൻറ്റ് ഇൻ. ഈ ആൻറ്റിനെ നിങ്ങൾ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഗാർഡനിലാണോ ഫോറസ്റ്റിലാണോ പ്ലേ ഗ്രൗണ്ടിലാണോ, അപ്പോൾ ആ സ്ഥലം എഴുതുക. ഇത്രേ ഉള്ളൂ. ഈ ആക്ടിവിറ്റീസ് മുഴുവൻ കഴിഞ്ഞു. ഇനി അടുത്ത യൂണിറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.